ഹായ് ഫ്രണ്ട്സ്, ഷൈജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി നാടൻ തീയൽ, ഉള്ളിത്തീയൽ. ഉള്ളിത്തീയലിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പുളി, വാളം പുളിയാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിന്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഇവിടെ ഞാൻ ഒരു 1/2 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാനുള്ളതാണ്. ഇനി കുറച്ച് മസാല, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും ഈ മസാലയും ഒന്ന് വറുത്ത് അരച്ചെടുക്കണം. അതിനു മുമ്പ് ഈ ചെറിയ ഉള്ളി നമുക്ക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. നൈസായിട്ട് അരിയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ വറുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ കളറ് മാറുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് തണുക്കാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അടുത്തത് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരു ചട്ടി വെക്കാം. മൺചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുളി കൂടിപ്പോകാൻ പാടില്ല. തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഉള്ളി ഒന്ന് വറ്റി വരട്ടെ. ഇതൊന്ന് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്. ഉള്ളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വറുത്ത തേങ്ങ നല്ല മഷി പോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. ഈ സമയത്ത് തീയലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പുളിയൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കടുക് താളിച്ചിടാം. അങ്ങനെ നമ്മുടെ നാടൻ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും. ഇതുവരെ നിങ്ങൾ ഉള്ളിത്തീയൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു അടിപൊളി വിഭവമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.